Hi dears, welcome back to my YouTube channel. ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോണത് മട്ടൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടയും മട്ടൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കുക്കറിൽ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ 2 പീസ് പട്ടയും അതുപോലെ തന്നെ 2 ഏലക്കയും ഒരു 3 ഗ്രാമ്പൂവും പിന്നെ പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്. അപ്പോൾ അതുകൂടി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ടൈമിന് ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഒരു 1.5 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ടിടുന്നുണ്ട് കേട്ടോ. പേസ്റ്റാണ് കൂടുതലും നല്ലത്. ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് പേസ്റ്റാക്കാൻ നിന്നില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ടൊമാറ്റോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ഒരു ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മട്ടൻ കുറുമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പച്ചമണമെല്ലാം മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മട്ടൻ ഇനി കുക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ഈ കുക്കറിലേക്ക് മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ ഒരുപാട് എടുത്തിട്ടില്ല, കാരണം ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ മട്ടൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മട്ടൻ ഒരു 300 ഗ്രാം എന്തോ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഉച്ചക്കത്തേക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മേടിച്ച മട്ടനിൽ നിന്നും കുറച്ചെടുത്തിട്ടാണ് മട്ടൻ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മട്ടൻ എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും സോൾട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മീറ്റ് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എന്ത് മീറ്റ് ആണെങ്കിൽ പോലും വെള്ളം ചൂടാക്കിയാണ് കേട്ടോ ഞാൻ കൂടുതലും എപ്പോഴും ഒഴിക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2ാം പാൽ, തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതായത് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം.
കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് നമ്മുടെ മട്ടനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇനി നെക്സ്റ്റായിട്ട് ചേർക്കാനായിട്ട് പോണത് കാഷ്യൂ നട്ട്സ് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പേസ്റ്റ് കാഷ്യൂ നട്ട് പേസ്റ്റാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, ആവശ്യത്തിനേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫൈനലി ചേർക്കാനായിട്ട് പോണത് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ. അപ്പം നമ്മൾ 2/4 പാൽ രണ്ടാമത് ഒഴിച്ചിട്ട് ഇത് പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/4 പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ കുറുമ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള 1/4 പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എരിവ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് മാറ്റാം. ഇവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ ഒരു ചെറിയൊരു ചെറുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം.
നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ചെറുള്ളിയും കറിവേപ്പിലയും കൂടി. അപ്പോൾ അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മട്ടൻ കുറുമയുടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കുറുമയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണോ കുറുമ ഉണ്ടാക്കുന്നത്? എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.